രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് 12 മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയേക്കും. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു. സ്വാഭാവികമായും PDDP ചാർജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നഷ്ടം വന്ന തുക കെട്ടിവെച്ചാൽ ജാമ്യത്തിൽ പോകാൻ കഴിയുമോ? നികേഷ്, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. സ്വാഭാവികമായും ഈ കേസിൽ അറസ്റ്റിലായ ഭൂരിഭാഗം പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു. ആകെ 31 യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർക്ക് ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടി പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അത്രയും നഷ്ടം വന്നതിൻ്റെ കണക്കായ തുക കെട്ടിവെച്ച് ജാമ്യം തേടാനുള്ള ഒരു ശ്രമം നടക്കും. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോഗ്യസ്ഥിതിയായിരുന്നു ഇന്നലെ കോടതിക്കകത്ത് ജാമ്യം ലഭിക്കാനായി രാഹുലിൻ്റെ അഭിഭാഷകൻ ഉയർത്തിക്കാണിച്ചത്. പിന്നീട് അത് മെഡിക്കൽ പരിശോധനയിൽ ഇപ്പോൾ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി മറ്റ് സാധാരണ നടപടിക്രമങ്ങളിലൂടെ ജാമ്യം ലഭിക്കാനുള്ള ഒരു വഴി മാത്രമാണ് രാഹുലിന് മുന്നിലുള്ളത്. നേരത്തെ ഏതാണ്ട് 2 തവണയെങ്കിലും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ അറസ്റ്റിലായ എല്ലാ പ്രതികളും. സമാനമായ നിലപാട് കോടതി സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഈ ഒരു വിഷയത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ന് ചേരുന്ന UDYF യോഗങ്ങൾ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യും. ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ തരത്തിൽ അവരുടെ വീട്ടിൽ എത്തി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന ഒരു ചോദ്യമാണ് UDFും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഉയർത്തുന്നത്. ഏതായാലും UDYF സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ ചെയർമാൻ കൂടിയാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും UDYFിൻ്റെ നേതൃത്വത്തിലും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ രൂപം നൽകാൻ സാധ്യതയുണ്ട്. ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. മണ്ഡലം തലത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. വൈകുന്നേരമാണ് പ്രതിഷേധ ജ്വാല. ഇന്ന് രാവിലെ ഏതാണ്ട് 12 മണിയോടെ സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ തന്നെ 3 ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തീരുമാനവും യൂത്ത് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളും ലഭിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് സെക്രട്ടേറിയറ്റ് മുൻവശം ഒരുങ്ങി നിൽക്കുകയാണോ റോഷിപാൽ? വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ നടപടികളും ഉണ്ടാകും. ആ നിലയിൽ ഒരു വലിയ സംഭവവികാസത്തിനാണോ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശം ഒരുങ്ങി നിൽക്കുന്നത്? നികേഷ്, സെക്രട്ടേറിയറ്റ് മാർച്ച് അവിടെ പോലീസ് നടപടി നിയന്ത്രിക്കേണ്ടത് കണ്ടോൺമെന്റ് പോലീസാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതും കണ്ടോൺമെന്റ് പോലീസ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വൈകാരികമായ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇന്നലെ തന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാഫിക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഷാഫിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഷാഫി പാർട്ടി നേതാവിനെ പോലെയാണ് പെരുമാറുന്നത്, ലോക്കൽ സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ആ തരത്തിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആ തരത്തിൽ ഒരു പ്രതികരണം വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശക്തമായ സുരക്ഷ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കണ്ടോൺമെന്റ് പോലീസ് തന്നെയാണ് ഈ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കാൻ ഒരു കാരണമായി കാണുന്നത്. അത്തരം ഒരു പ്രതിഷേധം, ഒരു അക്രമാസക്തമാകുന്ന പ്രതിഷേധം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടു തന്നെയാണ് പോലീസും സുരക്ഷയൊരുക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് 12 മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകുന്നു.